ദിൽഷ. ഞാൻ UK-ൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ ഹസ്ബൻഡ് ജൈജു, പുള്ളി ഒരു കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു മകളാണുള്ളത്, അവളുടെ പേര് ജുവൽ മേരി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ UK-ൽ ഒരു 4-5 വർഷമായിട്ട് താമസിച്ച് വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ വിചാരിച്ചു ഒരു ബിസിനസ് സൈഡായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയും അതിനുള്ള സാധ്യതകളെ പറ്റിയും ഞങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ഡിസ്കസ് ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഒരു ജ്വല്ലറീസിൻ്റെ ആക്സസറീസിൻ്റെ, ലേഡീസിൻ്റെ മാത്രമല്ല ജെൻസിൻ്റെയും എല്ലാം കിഡ്സിൻ്റെയും ഒക്കെ കൂടി ജ്വല്ലറീസിൻ്റെ ഒരു ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മളതിനെ JD Jewels എന്ന് പേരിട്ടു. അപ്പം അതിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ സെല് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് സെല് ചെയ്യുന്നുണ്ട്. അപ്പം ഡയറക്റ്റായിട്ട് നമുക്ക് വേണ്ടവർ, ഞങ്ങളിപ്പോൾ ലിവർപൂളിലാണ്, അപ്പം ലിവർപൂളിലൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഡയറക്റ്റ് വന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയും നമുക്ക് ഡയറക്റ്റായിട്ട് സാധനങ്ങളൊക്കെ നേരിട്ട് വന്ന് കണ്ട് അത് വാങ്ങാം. അപ്പം നമ്മൾ വാട്സപ്പ് നമ്പർ അതിന് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ബിസിനസ് വാട്സപ്പ് നമ്പറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഓൺലൈനായിട്ട് സെല് ചെയ്യുന്നവർക്ക് നമുക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ പോസ്റ്റ് വഴി കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൻ്റെ അഡ്രസ്സൊക്കെ നമ്മൾ തരുന്നതാണ്, ഈ വീഡിയോടൊപ്പം തരാം. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് പുതിയ കളക്ഷൻസ് വരുമ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോകൾ ഇടുന്നതാണ്. ഇപ്പം കുറച്ച് കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണിക്കാം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചധികം കളക്ഷൻസ് ഒന്നും നമ്മളെല്ലാം ഒന്നും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. അപ്പം ഓരോരോ കളക്ഷൻസ് നമ്മൾ വരുന്നതും ഇപ്പോൾ കയ്യിലുള്ളതും ഒക്കെ നമ്മൾ ഓരോരോ വീഡിയോകളായിട്ട് ഇനി വരുന്ന വീഡിയോകളിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് അത് വാച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക്. നമുക്ക് ഇന്ന് 3 ജ്വല്ലറീസ് പരിചയപ്പെടാം. അതിൽ 2 എണ്ണം വന്നിട്ട് 2 കൈൻഡ് ഓഫ് നെക്ലേസസ് ആണ്. ഒന്ന് വന്നിട്ട് ആൻറ്റിക് നെക്ലേസ് ആണ്, ആൻറ്റിക് ജ്വല്ലറി പീസാണ്. അത് എന്താ പറയുക, അപ്പോൾ ഇത് നമുക്ക് വരുന്നിട്ട് അത് ബീഡ്സ് വരുന്നത് ഗ്രീൻ കളർ ബീഡ്സും ഉണ്ട്, ഒരു വയലറ്റ് സ്റ്റോൺ വരുന്നുണ്ട്. അതിൻ്റെ ജിംക്കി ആണ് അതിൻ്റെ മാച്ചിങ് എന്താ പറയുക ഇയറിങ്സ് വരുന്നത്. 2 നല്ല ബ്യൂട്ടിഫുൾ എലഗൻ്റ് ആണ്. ഇതൊരു എന്താ പറയുക സിൽക്ക് സാരീസിന് പ്രത്യേകിച്ച് ഭയങ്കര മാച്ചിങ് ആയിരിക്കും. അതെനിക്ക് തോന്നുന്നു പർപ്പിൾ സാരീസും ഗ്രീൻ സാരീസും ഈവൻ മൾട്ടി കളർ സാരീസിനും നമുക്കിത് നന്നായിട്ട് പോകുന്നതാണ്, പെയർ ചെയ്ത് പോകുന്നതാണ്. എന്താ ഇതിപ്പം എന്തെങ്കിലും ഫങ്ഷൻ ആയിക്കോട്ടെ, കല്യാണങ്ങളായിക്കോട്ടെ, ഏത് സാരിയുടെ ഒപ്പം, പ്രത്യേകിച്ച് സിൽക്ക് സാരി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഈവൻ സെറ്റ് സാരി, സിൽക്ക് സാരി, ഫാൻസി സാരിയുടെ കൂടെ ചില ഫാൻസി സാരിയുടെ കൂടെ ഇത് പോകുന്നതാണ് മാച്ച്. അതായത് ഈ ഗ്രീൻ ബീഡ്സ് ഉള്ള ഫാൻസി സാരിയുടെ കൂടെയും ഇത് മാച്ചിങ് ആയിട്ട് പോകുന്നതാണ്. ഒത്തിരി നല്ല ബ്യൂട്ടിഫുൾ ആണ്. എന്നാൽ എന്താ പറയുക, അതിൻ്റെ പ്രൈസ് വന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. അതിൻ്റെ പ്രൈസ് ഇത് നമുക്ക് തോന്നുന്നതിനേക്കാളും വളരെ ചീപ്പ് പ്രൈസിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതിനൊരു 14 പൗണ്ട് മാത്രമേ ഉള്ളൂ. ഈവൻ എനിക്ക് തോന്നുന്നു നാട്ടിൽ തന്നെ ഏകദേശം സെയിം പ്രൈസ് നമ്മൾ കൊടുത്താലാണ് ഇത്തരം ആൻറ്റിക് പീസുകൾ. ഇതാണെങ്കിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അല്ലെങ്കിൽ തന്നെ ഓൾറെഡി ഒരു ജ്വല്ലറിക്കും അങ്ങനെ എത്ര വർഷങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നില്ല, യൂസ് ചെയ്താലും കളർ പോകത്തില്ല. ഇതിൻ്റെ കളറിന് ഒരു മാറ്റവും വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, എലഗൻ്റ് ആണ്, ഏത് സമയത്തും എന്താ പറയുക ഫാഷനാണ്. ഇതിൻ്റെ ലേറ്റസ്റ്റ് ആണിത്. ഒരിക്കലും ഒന്ന് അപ്ഡേറ്റ് എന്താണ് പറയുക ഇതായിട്ട് പോകത്തില്ല, ഒരിക്കലും അതിൻ്റെ ഫാഷൻ പോകത്തില്ല. പുതുമ എപ്പോഴും നിലനിൽക്കുന്ന ഒരു ജ്വല്ലറിയാണ്, നെക്ലേസ് ആണിത്. അപ്പം അതിന് 14 പൗണ്ടാണ് ഇത് രണ്ടും കൂടെ വരുന്നത്. അപ്പോൾ ഇതിന് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വെറൈറ്റി ഡിഫറെൻറ്റ് പീസസ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു പീസേ ഉള്ളൂ, ഈ സെയിം പീസ് ഒരെണ്ണമുള്ളൂ. അപ്പോൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല് ചെയ്യാവുന്നതാണ് കേട്ടോ. 14 പൗണ്ടാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒരു പരിചയപ്പെടുത്താൻ പോകുന്നത് AD ജ്വല്ലറിയുടെയാണ്. AD സ്റ്റോൺസിൻ്റെ ഒരു നെക്ലേസ് ആണ്. അത് വേണമെങ്കിൽ നമുക്ക് ഇതാണ് നമ്മൾ പെയർ ചെയ്തേക്കുന്നത്. ആക്ച്വലി ഇത് ഒറ്റ ഒരു പീസായിട്ടാണ് വരുന്നത്. നമ്മളൊരു ഇയറിംഗ് കൂടി കൊടുത്തു എന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ വേറെ ഇയറിങ്സ് നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ജ്വല്ലറി നോക്കൂ, ഇതിന് രണ്ടും കൂടെ വരുന്നത്
£20 ആണ്. കാരണം AD സ്റ്റോൺസിന് നിങ്ങൾക്ക് അറിയാം എല്ലായിടത്തും കുറച്ച് പ്രൈസ് കൂടുതലാണ്. അതുകൊണ്ട് മാത്രമാണ് അതിന് 20 സ്റ്റോൺസ് ആണ് നമ്മൾ ഏറ്റവും മാക്സിമം കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്. പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിപ്പം സിൽക്ക് സാരിന്ന് മാത്രമല്ല, നമുക്ക് ഏത് സാരിയുടെ ഒപ്പവും മാച്ച് ആയിപ്പോവും. ഈവൺ ഗൗണിൻ്റെ ഒപ്പം മാച്ച് ആവുന്നതാണ്. പിന്നെ സിൽക്ക് സാരീസ്, വൈറ്റ് സാരീസ്, ഫാൻസി സാരീസ്, അതുപോലെ ഈവൻ ചുരിദാർ, നമുക്ക് നല്ല എന്താ പറയുക പാർട്ടി വെയർ ആയിട്ടുള്ള ചുരിദാർസിനൊപ്പം, അതുകൂടാതെ ഏത് ഡ്രസ്സിനോടൊപ്പം പാർട്ടി വെയർ ആയിട്ടുള്ള ഏത് ഗൗണിനോടൊപ്പം ഒക്കെ മാച്ച് ചെയ്ത് പെയർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അതാണ്. എന്നാൽ ഒത്തിരി ഹെവി അല്ല, ഒത്തിരി ഭയങ്കര വലുതല്ല, എന്നാൽ ഒരു പാർട്ടി വെയറിന് കറക്റ്റാണത്. അപ്പോൾ ഇതിന് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. AD ജ്വല്ലറി, AD സ്റ്റോൺസ് എപ്പോഴും തന്നെ നമ്മുടെ ജ്വല്ലറി ആക്സസറീസിൽ എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ഇത് ഒരിക്കലും കളറൊന്നും പോകത്തില്ല ഇതിൻ്റെ. അപ്പം ഇതിൻ്റെ വില വരുന്നത്, പ്രൈസ് വന്നിട്ട് £20 ആണ് കേട്ടോ. ഒത്തിരി നല്ലതാണ് കേട്ടോ. വേണ്ടവർ വാട്സപ്പ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ജെൻസിൻ്റെ 2 ലോങ് ചെയിൻസ് പരിചയപ്പെടാം. അപ്പം ഇത് 2 ടൈപ്പ്, അതായത് എന്താ പറയുക, 2 ഡിസൈനാണ്. ലോങ് ചെയിൻ ആണ്. ഒരെണ്ണം ഇച്ചിരി കട്ടി കുറഞ്ഞതും ഒരെണ്ണം ഇച്ചിരി കട്ടി കൂടിയതുമാണ്. രണ്ടും 8 പിടിയുടെയാണ്. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ, നാട്ടിലൊക്കെ ഒത്തിരി ജെൻസ് നമുക്ക് ജ്വല്ലറി ലവേഴ്സ് ആണല്ലേ. അപ്പം അവരെ നാട്ടിലൊക്കെ ഒത്തിരി യൂസ് ചെയ്തുകൊണ്ടിരുന്നവരാണ്. ഇവിടെ വന്നപ്പം അത് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം എന്താ, ഇവിടെ നമുക്ക് കള്ളന്മാരെ കയറി എടുത്തിട്ട് പോയതൊക്കെ 5 പവൻ്റെയൊക്കെയാണ് നാട്ടിൽ നമ്മൾ റിയൽ ഗോൾഡ് വാങ്ങുമ്പോൾ. അപ്പോൾ അതെടുത്തിട്ട് പോയതാണ്, നമുക്ക് തിരിച്ചു കിട്ടാനൊക്കെ ഇവിടെ ഭയങ്കര പാടാണ്. അപ്പോൾ അവിടെ ആരും തന്നെ നമ്മൾ UK അങ്ങനെ ജ്വല്ലറി റിയൽ ഗോൾഡ് സൂക്ഷിക്കാൻ ആരും തന്നെ സജസ്റ്റ് ചെയ്യുന്നില്ല, ആരും ഇഷ്ടപ്പെടുന്നില്ല. നാട്ടിലൊക്കെ എല്ലാവരും സൂക്ഷിക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ ബെനഫിറ്റ് ആയിരിക്കും. കാരണം ഇതിപ്പം റിയൽ ഗോൾഡിൻ്റെ ലുക്കാണ് താനും, എന്നാൽ ഗോൾഡ് അല്ല. അപ്പം നമുക്ക് എക്സ്പെൻസീവ് അല്ല. ഇതിപ്പോൾ കള്ളന്മാർ വന്നാൽ പോലും അവർക്ക് മനസ്സിലാവത്തില്ല. അവരെടുത്തിട്ട് പോയാൽ പോലും നമുക്ക് പേടിക്കാനില്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം, പുറത്തിട്ട് നടക്കാം. അപ്പം ഇതിപ്പം എന്തെങ്കിലും ഓണം സെലിബ്രേഷൻ, ഇനി ഈ പള്ളിയിലെ പെരുന്നാൾ ഇവിടെ വരുമ്പോൾ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഈവൻ ഡെയിലി യൂസ് ചെയ്താൽ പോലും ഇതിൻ്റെ കളറൊന്നും അങ്ങനെ മങ്ങത്തില്ല. അത് നമ്മൾ ഗ്യാരണ്ടിയാണ്, 6 to 1 year ഇത് ഗ്യാരണ്ടിയാണ്. അപ്പം ഈ ലോങ് ചെയിൻ വന്നിട്ട് ഇതിൽ കട്ടി കുറവാണ്. ഇതിനിപ്പം പ്രൈസ് വരുന്നത് £9 ആണ്. ഇത് ഇത്തിരി കട്ടി കൂടിയതും കുറച്ചുകൂടെ ഹെവി ലുക്ക് വരുന്നതുകൊണ്ട് ഇതിന് ഇച്ചിരി പ്രൈസ് കൂടുതലാണ്. പക്ഷെ ഇതിന് £15 ആണ്. അപ്പം എന്ത് വന്നാലും ഇതെനിക്ക് തോന്നുന്നു ഒത്തിരി ജ്വല്ലറി ഒക്കെ ഇട്ട് നടക്കാൻ ഇഷ്ടമുള്ള ജെൻസിന് ഭയങ്കര നല്ലതായിരിക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ ഹെവി ഒന്നും അല്ല അത്രേ. എന്നാൽ ഇതുണ്ടോ, ഇതൊക്കെ ഷാപ്പൊന്നും അല്ല, എഡ്ജസ് ഒന്നും ഷാപ്പല്ല, സുഖമായിട്ട് ഇട്ടുകൊണ്ട് നടക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഇത് 3 പീസ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. വേണമെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ. കണ്ടോ, നല്ല സുഖമായിട്ട് കണ്ടോ. അല്ല, ഇത്രേ ഉള്ളൂ, തീരെ ഹെവി അല്ല. അപ്പം ഇട്ടാൽ പോലും നമുക്ക് ഒരു കുഴപ്പമില്ല, നമ്മൾ മേത്തൊന്നും കൊണ്ട് കയറത്തില്ല. നല്ല എഡ്ജസൊക്കെ നല്ല സ്മൂത്താണ് കണ്ടോ. കളറും പോകത്തില്ല. കാരണം ഞങ്ങളിവിടെ യൂസ് ചെയ്ത്, എൻ്റെ ഹസ്ബൻഡ് യൂസ് ചെയ്ത് എന്താ പറയുക, പരിചയമുള്ളതാണ്. കളറൊന്നും പോയിട്ടില്ല. ഒരു സാധനത്തിന് കളറ് പോവാതെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ മറന്നുപോയി നഷ്ടപ്പെടും എന്നല്ലാതെ നമുക്കൊന്നും കളർ പോയിട്ടോ ഒന്നും ഉപയോഗിക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതാണ് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതാണ് 3 പീസ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. അപ്പം നിങ്ങൾ ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യണം. ഡയറക്റ്റ് ഒന്ന് നമ്മുടെ എല്ലാ ജ്വല്ലറിയും കാണണം, വാങ്ങിക്കണം, നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. Thank you for watching our video, and please do share, comment and subscribe our channel. Thank you. Have a nice day.